അനേക പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അനുഭവിച്ചുള്ളൊരു ജീവിതമാണ് ഈ ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം. ഈ പ്രതിസന്ധികളുടെ നടുവിൽ ജീവിക്കുന്ന ഓരോ ഭക്തന്മാരുടെയും ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം ആർക്കും മാറ്റാൻ കഴിയാതെ അവരുടെ അകത്ത് വെളിപ്പെടുന്ന പ്രത്യാശയാണ്. ദൈവം രക്ഷിക്കും, ദൈവം നടത്തും എന്നുള്ള പ്രത്യാശ. ചിലരുടെ ലൈഫിൽ പെട്ടെന്ന് പ്രത്യാശ നഷ്ടപ്പെടും. എന്നാൽ നിങ്ങളുടെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് അങ്ങനെ ഒരു ആത്മീക സന്ദേശമാണ് നിങ്ങൾക്ക് തരുവാൻ പോകുന്നത്. 71 സങ്കീർത്തനത്തിന്റെ 14 വാക്യം. സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. എത്ര വലിയ പ്രതിബന്ധം മുമ്പിൽ വന്നാലും, എത്ര വലിയ നിരാശ തന്നെ വെല്ലുവിളിച്ചാലും താൻ പറയുകയാണ്, സ്തോത്രം, ഞാനോ എപ്പോഴും പ്രത്യാശിക്കും. സ്തോത്രം. ഞാൻ വിടുവിക്കപ്പെടുമെന്നൊരു പ്രത്യാശ, ദൈവം എന്നെ സഹായിക്കുമെന്നൊരു പ്രത്യാശ. എന്നൊരു നിരാശപ്പെടുകയല്ല, ഞാൻ മേൽക്കുമേൽ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഇന്ന് സ്തുതിച്ചതിനേക്കാൾ അധികം ഞാൻ ഈ വിഷയത്തിൽ നാളെയും ദൈവത്തെ സ്തുതിക്കും. ഈ ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, സഹിക്കാൻ വയ്യാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഭക്തന്മാർ സ്തോത്രം പറയും. അബ്രഹാമിനെ കുറിച്ച് റോമർക്കെഴുതിയ ലേഖനം പൗലോസ് എഴുതുമ്പോൾ പൗലോസ്ലീഹ റോമിലെ സഭയോടൊരു കാര്യം പറയുക, സാഹചര്യം പറഞ്ഞ അബ്രഹാമേ നിനക്ക് വിടുതൽ കിട്ടത്തില്ലെന്ന് പറയുമ്പോഴും അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുക, അബ്രഹാമിന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിലെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവിശ്വാസത്താൽ അവൻ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരുന്നു. ഇന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, ഒരിക്കലും നിരാശപ്പെടരുത്. സ്തോത്രം. എപ്പോഴും പ്രത്യാശിക്കണം. ഓരോ മിനിറ്റും പ്രത്യാശിക്കണം. ഓരോ മിനിറ്റും മേൽക്കുമേൽ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. എതിരാളി പറയുന്നതല്ല നിന്റെ ലൈഫിൽ നടക്കുന്നത്. നിന്റെ അകത്ത് പ്രത്യാശയുണ്ട്, എന്നെ ദൈവം രക്ഷിക്കും. മേൽക്കുമേൽ ദൈവത്തെ സ്തുതിക്കാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എപ്പോഴും പ്രത്യാശിക്കുന്ന ഒരു ഹൃദയം അവർക്ക് കൊടുക്കണമേ. നിരാശ അവരെ മൂടാൻ ശ്രമിക്കുമ്പോൾ, സങ്കടങ്ങൾ അവരെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, ദുഃഖങ്ങൾ അവരുടെ ജീവിതത്തെ ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും പ്രത്യാശിക്കുന്ന ഒരു ഹൃദയം അവർക്ക് കൊടുക്കണമേ. മേൽക്കുമേൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം അവർക്ക് കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹമാകട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സാഹചര്യങ്ങൾ നോക്കി തളരാതെ എപ്പോഴും പ്രത്യാശിക്കാം. മേൽക്കുമേൽ ദൈവത്തെ സ്തുതിക്കാം. ഒരത്ഭുതം നീ കാണും. ഗോഡ് ബ്ലസ്.